ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവാണ്. കന്യാകുമാരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിപ്പോൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരി എക്സ്പ്രസ്സിലാണ്. രാവിലെ 9:10 തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിന്. കന്യാകുമാരി എത്തുമ്പോൾ 11:50 ആവും. ടിക്കറ്റ് പ്രൈസ് വരുന്നത് 50 ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണിത്. ഒരുപാട് മലനിരകൾ, ഇങ്ങനെ വലിയ മലകളായിരുന്നു. നമ്മളിപ്പോൾ കന്യാകുമാരി എത്തിയ സമയത്തും നമ്മൾ ബസ് പോകുന്ന റൂട്ടിലും ഒരുപാട് മലയായിരുന്നു കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം കന്യാകുമാരി എത്തി. ഇനി നമ്മൾ ബീച്ചിലേക്ക് പോകണമെങ്കിലോ ഇവിടുന്ന് 1.5 കിലോമീറ്ററോളം ഉണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ റൂം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ പൈസക്കും കിട്ടും, വലിയ രീതിക്കും ഉണ്ടാവും. ബീച്ച് വ്യൂ ഉള്ള ഹോട്ടൽസും ഉണ്ടാവും. നമ്മൾ ചർച്ച് ഒന്ന് കാണാൻ പോയി. പിന്നെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഈ ഷെൽസിൻ്റെ ഓരോ സാധനങ്ങൾ, ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഷെൽസിൻ്റെ ഓരോ വാൾ ഹാങ്ങിങ്സും പിന്നെ എല്ലാ ഡോറിന് തൂക്കിയിടുന്ന എല്ലാ ഹാങ്ങിങ്സും അവിടെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൈക്കിടാവുന്ന അവർ ഷെൽസിനെ കൊണ്ടാക്കിയ ഓരോതരം ബ്രേസ്ലെറ്റും അവിടെയുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിറേഴ്സിൽ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. മിറേഴ്സിൽ ചെയ്ത ആ ഷെൽസ് വെച്ച് ചെയ്ത ഓരോ വർക്കുകളും നല്ല ഉണ്ടായിരുന്നു. അതിന് 250 പ്രൈസ് വരുന്നത്. അവിടെ മിറേഴ്സിന് 250 പറയുന്നതെങ്കിലും 200 അവർ തരും. അവർ ഡിസ്കൗണ്ട് ആക്കി നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളവിടെ എത്തിയത് ഒരു ഉച്ച സമയത്താണ്. നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ചൂടും വെയിലും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. അവിടെ കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ നിന്ന് നമ്മൾ ഹോട്ടൽ ശരവണയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ബീച്ചിൽ നിന്ന് മേലേക്ക് കയറുന്ന ആ റൂട്ടിൽ തന്നെയാണ്. വെജ് ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഫുൾ ആൾക്കാരായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന ആ കൊടി വെച്ച സ്ഥലം അവിടെയാണ് ത്രിവേണി സംഗമം. അവിടെ ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, അത് 3 സീയും തമ്മിൽ ഒന്നിച്ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ
അപ്പോൾ ഗൈസ് വൈകുന്നേരം ആയപ്പോൾ അവിടെ ഫുൾ ഓൺ ആക്റ്റീവ് ആവാൻ തുടങ്ങി. സ്ട്രീറ്റ് ഷോപ്പിംഗ് ആവട്ടെ, ഫുഡ് ആവട്ടെ, സ്ട്രീറ്റ് ഫുഡ് ആവട്ടെ, എല്ലാം നല്ല ആക്റ്റീവ് ആവാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ആൾക്കാരും അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയി, ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ അവിടുന്ന് കണ്ടതാണ് ഇത് കോല ഇടുന്ന അച്ചാണ് തോന്നുന്നു. അപ്പോൾ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഡിസൈൻസ് ആക്കാൻ പറ്റുമല്ലോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ഫേമസ് ആണല്ലോ നമ്മളെ മീൻ പൊരിച്ചതും, പിന്നെ നമ്മൾ അവിടുന്ന് കൊഞ്ചൻ ഫ്രൈയും പിന്നെ വേറൊരു മീനുമാണ് കഴിച്ചത്. ആ മീനിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കപ്പിയും ചമ്മന്തിയും പിന്നെ മീൻ ഫ്രൈയും നമ്മുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് അവരാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പൊറോട്ടയും നമ്മൾ കഴിച്ചു. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും താഴെ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.